ഒരേ ഒരു ആഗ്രഹം. ഒരിടത്ത് 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഒരുവൾ ഒരു ധനികന്റെ മകളാണ്. അവളുടെ പേരാണ് റാണി. മറ്റേത് ഒരു പാവപ്പെട്ടവന്റെ മകളും. അവളുടെ പേര് രാധ എന്നായിരുന്നു. എന്നിരുന്നാലും ഇരുവരും ഉറ്റ സ്നേഹിതരായിരുന്നു. ഒന്നിച്ച് കളിച്ച് വളർന്ന അവർ ഇരുവരും സുന്ദരികളായ യുവതികളായി മാറി. റാണി ഒരു ധനികന്റെ മകനെ വിവാഹം കഴിച്ചു. രാധ ഒരു പാവപ്പെട്ട കർഷകനെയും കല്യാണം കഴിച്ചു. ഇരുവരും അടുത്തടുത്ത വീടുകളിലായിരുന്നു താമസം. തന്റെ ദാരിദ്ര്യ ജീവിതം കാരണം രാധയ്ക്ക് റാണിയോട് ഒരു അപകർഷതാബോധം എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ തന്റെ സമ്പത്ത് ഒരിക്കലും തങ്ങളുടെ സൗഹൃദത്തെ ബാധിക്കരുത് എന്നായിരുന്നു റാണിക്ക്. അതിനാൽ തന്നെ അവൾ എപ്പോഴും എവിടെ വെച്ച് കണ്ടാലും തന്റെ സ്നേഹിതയോട് അങ്ങോട്ട് പോയി സംസാരിക്കുമായിരുന്നു. മാത്രമല്ല, പലപ്പോഴും അവൾ പാവപ്പെട്ടവർക്ക് പലതരത്തിലുള്ള സഹായങ്ങളും ചെയ്തിരുന്നു. ഒരിക്കൽ ഇരുവരും ഒരു കല്യാണത്തിന് പോയി. റാണി തന്റെ കയ്യിലുള്ളതിൽ ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഇട്ടാണ് കല്യാണത്തിന് പോയത്. അവളുടെ കഴുത്തിൽ വെള്ളക്കല്ലുകൾ പതിപ്പിച്ച അതിമനോഹരമായ ഒരു നെക്ലസ് ഉണ്ടായിരുന്നു. അവളുടെ നെക്ലസ് കണ്ടോ? ശരിക്കും രത്നങ്ങളാണ് അതിൽ പതിപ്പിച്ചിരിക്കുന്നത്. അതിന് ലക്ഷങ്ങൾ വില വരും. കൂട്ടത്തിൽ ആരോ പറഞ്ഞത് കേട്ട് രാധ തന്റെ കൂട്ടുകാരുടെ നെക്ലസിലേക്ക് നോക്കി. ശരിയാണ്, അതിമനോഹരം. ആ നെക്ലസ് ഒന്ന് ഇട്ടു നോക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, അവൾ ചിന്തിച്ചു. വീട്ടിലെത്തിയിട്ടും അവളുടെ മനസ്സിൽ നിന്ന് ആ നെക്ലസ് മാഞ്ഞു പോയതേയില്ല. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ആ നെക്ലസ് ഇട്ടു നോക്കാൻ അവൾക്ക് അതിയായ ആഗ്രഹം തോന്നി. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാധയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കല്യാണം വന്നു. അതിന് പോകുമ്പോൾ ഇടാൻ തന്റെ കൂട്ടുകാരുടെ നെക്ലസ് ചോദിക്കണമെന്ന് അവൾ മനസ്സിൽ കണക്കുകൂട്ടി. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നിന്റെ കയ്യിലുള്ളത് ഏതോ അതിട്ടാൽ പോരെ. അത്രയും വിലപിടിപ്പുള്ള നെക്ലസ് ഒക്കെ വാങ്ങിയിട്ടിട്ട് ഒടുവിൽ അതിനെന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ വലിയ പ്രശ്നമായില്ലേ? അവളുടെ ഭർത്താവ് ചോദിച്ചു. ഹോ, അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. ഒരേ ഒരു തവണ ആ നെക്ലസ് ഒന്ന് ഇടണമെന്ന് എനിക്ക് അത്രമേൽ ആശയാണ്. അങ്ങനെ അവൻ തൻ്റെ സ്നേഹിതയുടെ വീട്ടിലെത്തി കല്യാണത്തിന് പോകുമ്പോൾ ധരിക്കാൻ അവളുടെ നെക്ലസ് ആവശ്യപ്പെട്ടു. യാതൊരു മടിയും കൂടാതെ റാണി തൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി തൻ്റെ നെക്ലസ് എടുത്തു നൽകി. ആ നെക്ലസ് ഇട്ട് കല്യാണത്തിന് പോയപ്പോൾ അവൾ അതിസുന്ദരിയായിരുന്നു. അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. കല്യാണത്തിന് വന്ന എല്ലാവരും അവളോട് നെക്ലസിനെ പറ്റിയും അവളുടെ സൗന്ദര്യത്തെ പറ്റിയും വാദോരാതെ സംസാരിച്ചു. കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയ പാടെ നെക്ലസ് തൻ്റെ കൂട്ടുകാരിക്ക് കൊടുക്കാനായി അവൾ കഴുത്തിലേക്ക് കൈകൊണ്ടുപോയി. അവൾ നടുങ്ങിപ്പോയി. തൻ്റെ സ്നേഹിതയുടെ കയ്യിൽ നിന്ന് താൻ കടമായി വാങ്ങിച്ചു കൊണ്ടുവന്ന ആ നെക്ലസ് കഴുത്തിലില്ല. അവൾക്ക് പേടിയായി, വെപ്രാളമായി, സങ്കടമായി, പരിഭ്രമമായി. അങ്ങേയറ്റം ഭയത്തോടു കൂടി അവൾ ആ കാര്യം അവളുടെ ഭർത്താവിനെ അറിയിച്ചു. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. അവസാനം ഇതൊക്കെ വലിയ പുലിവാലാകുമെന്നും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അത്ര വില കൂടിയ നെക്ലസ് എങ്ങനെ ഉണ്ടാക്കും? അത് നിന്റെ കൂട്ടുകാരിക്ക് തിരിച്ചു കൊടുക്കണ്ടേ? അല്ലാത്ത പക്ഷം അവൾ എന്തെങ്കിലും നടപടി എടുത്താൽ നമ്മൾ 2 പേരും കുടുങ്ങിപ്പോവില്ലേ? 2 പേർക്കും എന്ത് ചെയ്യണമെന്ന് യാതൊരു രൂപവും ഉണ്ടായില്ല. ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവളുടെ ഭർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എങ്ങനെയെങ്കിലും നമുക്ക് അതുപോലൊരു നെക്ലസ് പണയിപ്പിച്ച് അവൾക്ക് കൊടുക്കാം. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അതുപോലെ നെക്ലസ് പണയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? ലക്ഷങ്ങൾ വില വരുന്ന നെക്ലസ് ആണത്. അത്രയും പണം നമ്മൾ എവിടെ നിന്നുണ്ടാക്കും? അതൊക്കെ ആ നെക്ലസ് കൊണ്ട് കളയുന്നതിന് മുന്നേ നീ ചിന്തിക്കേണ്ടതായിരുന്നു. ഞാൻ നോക്കിയിട്ട് ഇതല്ലാതെ വേറെ യാതൊരു വഴിയും കാണുന്നില്ല. അവളുടെ ഭർത്താവാണെങ്കിൽ അവളെപ്പോലെയല്ല, ഒരു ദയയുമില്ലാത്ത മനുഷ്യനാണ്, ദുഷ്ടനാണ്. ആ നെക്ലസ് എങ്ങാനും കളഞ്ഞു പോയെന്ന് അയാൾ അറിഞ്ഞാൽ അയാൾ ഉറപ്പായും പോലീസിൽ പരാതിപ്പെടും. നമ്മൾ 2 പേരും ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെ കൂട്ടുകാരിക്ക് പുതിയൊരു നെക്ലസ് പണിയിപ്പിച്ചു കൊടുക്കാമെന്നൊരു തീരുമാനത്തിൽ ഉറച്ച് അവർ 2 പേരും ഉറങ്ങാൻ കിടന്നു. അടുത്ത ദിവസം തൊട്ട് ഭാര്യയും ഭർത്താവും നെക്ലസ് പണിയിപ്പിക്കാനുള്ള കാശിനായി നെട്ടോട്ടം ഓടാൻ തുടങ്ങി. എന്നും ചെയ്യുന്ന പണികൾക്ക് പുറമെ അയാൾ വീണ്ടും എന്തൊക്കെയോ പണികളെടുത്തു. അവളും ഏതൊക്കെയോ വീടുകളിൽ ജോലിക്ക് പോയി. വേറെ പല ജോലികളും ചെയ്തു. നാളേറെ കഴിഞ്ഞു പോകവേ ഭാര്യയും ഭർത്താവും ഒരുപാട് അവശരായി. അവരുടെ സൗന്ദര്യം നശിച്ചു. അവരാകെ ക്ഷീണിച്ചു പോയി. വളരെയേറെ കഷ്ടപ്പെട്ട് ഓരോ കാശും കൂട്ടിവെച്ച് കടം വാങ്ങിച്ചും അവസാനം അവർ വലിയൊരു തുകയുണ്ടാക്കി. ശേഷം നെക്ലസ് പണിയിക്കാൻ തുടങ്ങി.
എന്നാൽ ഈ നാളുകളിൽ ഒരിക്കൽ പോലും തന്റെ കൂട്ടുകാരി നെക്ലസിനെ കുറിച്ച് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്നോർത്ത് അവർക്ക് ആശ്വാസവും തോന്നി. നെക്ലസ് പണിഞ്ഞു കിട്ടിയ അടുത്ത ദിവസം തന്നെ പെൺകുട്ടി അവളുടെ സ്നേഹിതയുടെ വീട്ടിലെത്തി നെക്ലസ് അവളെ ഏൽപ്പിച്ചു. തന്റെ കൂട്ടുകാരിയുടെ കോലം കണ്ട് അവൾ ശരിക്കും അതിശയിച്ചു പോയി. എന്ത് പറ്റി നിനക്ക്? ഇതെന്തൊരു കോലമാണ്! ആകെ മെലിഞ്ഞ് ക്ഷീണിച്ച് എല്ലും തോലുമായൊരു രൂപം. ഇങ്ങനെ ക്ഷീണിച്ചു പോകാൻ മാത്രം എന്താണ് ഉണ്ടായത്? എന്നോട് പറയൂ. കൂട്ടുകാരി കാര്യം ചോദിച്ചതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാധ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. നീ എന്നോട് ക്ഷമിക്കണം. അന്ന് നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇടാൻ വാങ്ങിച്ച നെക്ലസ് എൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞുപോയി. അതിനുശേഷം ഞാനും എൻ്റെ ഭർത്താവും ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് ലക്ഷങ്ങൾ വിലയുള്ള ഈ പുതിയ നെക്ലസ് ഉണ്ടാക്കിയെടുത്തത്. ഒരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി നീ തന്നെയാണ്. നിനക്ക് ഈ നെക്ലസ് പണിയിപ്പിച്ച് തരാനുള്ള നെട്ടോട്ടത്തിലാണ് ഞാനും എൻ്റെ ഭർത്താവും ക്ഷീണിച്ചു പോയത്. തൻ്റെ കൂട്ടുകാരിയുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കെ അവൾ ശരിക്കും അന്താളിച്ചു പോയി. അവൾ മെല്ലെ തൻ്റെ സ്നേഹിതയുടെ അരികിലെത്തി അവളുടെ തോളിൽ കൈവച്ചു. എൻ്റെ പ്രിയ കൂട്ടുകാരി, നീ എന്ത് പണിയാണ് ഈ കാണിച്ചത്? നെക്ലസ് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ വിവരം എന്നെ അറിയിക്കേണ്ടതായിരുന്നു. ഞാൻ നിന്നോട് എന്ത് പറയാനാണ്? ഞാൻ നിനക്ക് നൽകിയത് വെറും ഒരു സാധാരണ നെക്ലസ് ആണ്. അതിനാകെ 1000 രൂപയിൽ താഴെയേ വിലയുണ്ടായിരുന്നുള്ളൂ. ഇത് കേട്ടവൾ തലയിൽ കൈ വെച്ചിരുന്നു പോയി. റാണി ആ നെക്ലസ് അവൾക്ക് തന്നെ തിരികെ നൽകി. ശേഷം അവളോട് അത് വിറ്റ് കടം തീർത്തു പുതിയൊരു ജീവിതം തുടങ്ങാൻ ആവശ്യപ്പെട്ടു. കൂട്ടുകാരെ, ഇനി നിങ്ങൾ പറയൂ, ഇതിൻ്റെ ഗുണപാഠം എന്താണ്? ചിലപ്പോഴൊക്കെ അനുമാനങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വന്നേക്കാം. സത്യസന്ധമായ സൗഹൃദത്തിൻ്റെ ശക്തിയെ ഒരിക്കലും കുറച്ച് കാണരുത്. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ. മറ്റൊരു കഥയുമായി വീണ്ടും വരാം. അതുവരയ്ക്കും ബൈ.